നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ വയനാട് ചുരത്തിലൂടെയാണ്. വയനാട്ടിൽ നിന്നും അടിവാരത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2625 അടി മുകളിലാണ്. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വയനാട് ചുരം എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ വഴിയിൽ കഠിനമായ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ ചുരം. അവരുടെ കുതിരകൾക്കും കുതിരവണ്ടിക്കും യാത്ര ചെയ്യാൻ സാധ്യമായ ചെറിയ പാതയാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ വാഹന ഗതാഗതത്തിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഒരു ദിവസം കൊണ്ട് ആസ്വദിച്ച് തീർക്കാൻ കഴിയുന്ന ഒരിടമല്ല വയനാട്. ചെമ്പറപ്പീക്ക്, ബാണസുര സാഗർ ഡാം, എടയ്ക്കൽ ഗുഹ, കുറുവ ദ്വീപ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, പൂക്കോട് കായൽ എന്നിങ്ങനെ ഒട്ടനവധി മനോഹരമായ ഇടങ്ങൾ വയനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. താമരശ്ശേരി ചുരം എന്ന അത്ഭുതം മാത്രമല്ല വയനാട്ടിൽ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ ഏക കണ്ണാടി ക്ഷേത്രം, ഏക ലവകുശ ക്ഷേത്രം ഇവയെല്ലാം വയനാട്ടിലാണുള്ളത്. താഴെ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ദൃശ്യം കോഴിക്കോട് ജില്ലയുടേതാണ്. വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നതും കോടമഞ്ഞിൻ്റെ ഭംഗി അനുഭവപ്പെടുന്നതും ജൂൺ മുതൽ ഡിസംബർ മാസം വരെയാണ്. കാഴ്ചകളുടെ സ്വർഗമൊരുക്കിയിരിക്കുന്ന വയനാട്ടിലെ ചുരമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇവിടെ കാണേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട നാടല്ല വയനാട് എന്നതാണ് യാഥാർത്ഥ്യം. വളരെ പെട്ടെന്ന്, അതായത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് മാത്രം തന്നെ മേഘങ്ങൾ ഈ മലകളെ മറയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കാഴ്ച നമുക്കൊരു പ്രത്യേകതരം അനുഭൂതി നൽകുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. കരിന്തണ്ടൻ്റെ ആത്മാവ് ഉറങ്ങുന്ന ചങ്ങലമരം മുതൽ കൽപ്പറ്റയും ചെമ്പറയും മീൻമട്ടിയും ബാണസുരസാഗറും എടയ്ക്കലും പക്ഷിപ്പാതാളവും കിടങ്ങനാടും പൂക്കോടും കുറുമ്പാലക്കോട്ടയും ഒക്കെ ചേരുന്ന ഇവിടുത്തെ ഭംഗി പറഞ്ഞറിയിക്കാനാവില്ല. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. പ്രകൃതിയുടെ അത്ഭുതം കാണിക്കുന്ന ഈ ഒരു കാഴ്ച എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ സാധ്യമാകട്ടെ.